മെർലിൻ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തകുചേലയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ശരിക്കും അഭിനയിക്കാൻ വേണ്ടി പോയതല്ല. എൻ്റെ ചേച്ചി വിലാസിനി അതിൽ കൃഷ്ണൻ്റെ വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നും സ്റ്റുഡിയോയിലേക്ക് ഞാനും കൂടെ പോവും. അപ്പോൾ അങ്ങനെ ആ സ്റ്റുഡിയോവും അവിടെയുള്ള ആൾക്കാരെയും അവിടെ എല്ലാം വളരെ പരിചയമായി. അന്ന് എനിക്ക് 3.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയ്ക്ക് ഈ പൂതനയുടെ സീൻ എടുക്കേണ്ട സമയം വന്നപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ കുട്ടികളൊക്കെ ഈ കൊച്ചു കൃഷ്ണ വേഷം കെട്ടാൻ വേണ്ടി. പക്ഷേ പിള്ളേരെല്ലാവരും ഈ പൂതനയുടെ വേഷം കാണുമ്പോൾ പേടിച്ച് കരയുമായിരുന്നു. അപ്പോൾ അതിൽ പൂതനയായിട്ട് വേഷം കെട്ടിയത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ സുബ്രഹ്മണ്യ മാമ, അതായത് സുബ്രഹ്മണ്യം എന്നാണ് ഞങ്ങൾ സുബ്രഹ്മണ്യ മാമ എന്നാണ് വിളിക്കുക. അദ്ദേഹം പറഞ്ഞു നമുക്ക് വിനോദിനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്നും പറഞ്ഞ് എന്നെ വേഷമൊക്കെ കെട്ടിച്ച് സ്റ്റില്ലൊക്കെ എടുത്തു. എന്നിട്ട് എന്നെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചു. ഞാനത് ചെയ്തു. അങ്ങനെ എൻ്റെ എൻട്രി ഇൻ ടു സിനിമ ഭക്തകുചേലയിൽ കൂടിയാണ്. ഒരു പാട്ടുണ്ട് അതിൽ എന്നെ തൊട്ടിൽ കിടത്തിയിട്ട് അങ്ങനെ അവർ ഒരു താരാട്ട് പാട്ട്. അതേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് ജയിലിൽ മറ്റവരും അതേ പാട്ട് പാടുന്നുണ്ടാണ് കണ്ടിന്യൂഷൻ. അപ്പോൾ കണ്ണ താമര കണ്ണ എന്നുള്ള പാട്ട് അതും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടുള്ളൊന്നും വലിയ ഓർമ്മയില്ല, 3.5 വയസ്സല്ലേ ഉള്ളൂ. കൃഷ്ണനായിട്ട് അഭിനയിക്കുന്നതിൽ വിനോദിനി, വിലാസിനി, ഈ ഇവർ രണ്ടുപേരും ഈ നെടുലാൻഡിനോട് വളരെ അടുത്ത് നിന്നിട്ടുള്ള ഗുരു ഗോപിനാഥ്, അദ്ദേഹം ആദ്യകാലത്ത് അവിടുത്തെ ചിത്രങ്ങളുടെ നൃത്ത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല സുന്ദരി കുട്ടികളായിട്ടുള്ള 2 കുട്ടികളാണ്. ചെറിയ കൃഷ്ണൻ ആദ്യം, അത് വിനോദിനി, കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും വിലാസിനി, അതിനുശേഷം വലുതാകുന്ന കൃഷ്ണൻ കാന്താറാവ്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയുടെയൊക്കെ രൂപം എന്ന് പറയുന്നത് നമുക്കൊരു ദൈവിക പരിവേഷം നമ്മുടെ മനസ്സിലെപ്പോഴും കൃഷ്ണനെക്കുറിച്ചുണ്ട്. അത് പൂർണ്ണതയിൽ എത്തിക്കുക എന്നൊരു ദൗത്യം ഒരു സംവിധായകനാണ്. അന്നത്തെ കാലത്ത് അത് വളരെ ഫലവത്തായി ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് സുബ്രഹ്മണ്യം. ചലച്ചിത്ര മണ്ഡലത്തിൽ നിന്ന് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ജോഡിയാണ് വയലാർ ദേവരാജൻ ടീം. നീലായിലോട്ട് വന്നെത്തുന്നത് പട്ടുതൂവാല എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ അവരുടെ ഗാനസൃഷ്ടാക്കൾ തിരുനേനാക്കുറിച്ചിയും പ്രദലക്ഷ്മണനാണെങ്കിലും വയലാർ ദേവരാജൻ കടന്നു വന്ന സിനിമയാണ് പട്ടുതൂവാല. നല്ല പാട്ടുകളാണ് അതിനകത്തുള്ളത്. പൂക്കൾ നല്ല പൂക്കൾ, കടലാസ് പൂക്കൾ എന്ന പാട്ട്, സപ്തസാഗരപുത്രികൾ എന്നുള്ള ഗാനം, മാനത്തെ പിച്ചക്കാരന് മാണിക്യം വാരി തൂകിയ മാളോര എന്ന പാട്ട്, അതുപോലെ ഒരു പാട്ടാണ് ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി. മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഗാനം എന്നത് സുബ്രഹ്മണ്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അസലായിരിക്കണം, നന്നായിരിക്കണം എന്നൊരു വസ്തുതയുണ്ട്. അത് ചിത്രീകരിക്കുന്നതും അന്നത്തെ പരിമിതികൾ വെച്ച് അദ്ദേഹം നന്നായിട്ട് ചിത്രീകരിച്ചു. പൊന്നും തോണി
ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നിൻ തോണി എന്ന ഗാനം കേൾക്കുമ്പോൾ തന്നെ അതിനും നമ്മുടെ ഓരോ വ്യക്തികളിലും ആ പ്രണയത്തിൻ്റെ ഒരു ഉണ്ടാക്കുന്നതിന് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അറിയാലോ, വയലാർ ദേവരാജൻ മാഷിൻ്റെ മലയാള സിനിമാ ശാഖയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര തന്നെ വർണ്ണിച്ചാലും മതിയാകില്ല. അദ്ദേഹം അവരോടൊപ്പം തന്നെ അച്ഛനും മലയാള സിനിമയിൽ അവരുടെ പാട്ടുകൾ പാടുന്നതിനും അച്ഛനും സാധിച്ചിരുന്നു. കടലാകെ പൊൻവല വീശണ പഞ്ചമി തോണി ENC നായർ എന്ന് പറഞ്ഞൊരു ക്യാമറാമാനുണ്ട്. അദ്ദേഹം മെറിലാൻഡിൻ്റെ സ്വന്തം ക്യാമറാമാനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഇന്ദ്രജാലം കാണിക്കുന്ന ഒരു ക്യാമറാമാനാണ് അദ്ദേഹം. അപ്പോൾ ഇത് കല്ലടയാറ്റിൽ വെച്ചിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പരിസരത്ത് തന്നെയാണ്. പിന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ കൂടെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ഗാനരംഗമാണിത്. അപ്പോൾ ഈ ഡെബ്രി ക്യാമറ, അതുപോലെ തന്നെ ആരിഫ്ലക്സ് ഒക്കെ പിന്നീടാണ് വരുന്നത്. പിന്നെ ഐമു ക്യാമറ, ഇതൊക്കെ അന്ന് മെറിലാൻഡ് സ്വന്തമായിട്ട് ക്യാമറയുണ്ട്. ഇത് ഒരു പുറത്തെടുത്തു കൊണ്ടുപോയിച്ച് അത് രംഗം ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ക്ലേശകരമായിട്ടുള്ള കാര്യം. വലിയ വെയിറ്റ് ഉള്ളതാണ്, ഒരുപാട് പേര് അതിൻ്റെ കൂട്ടത്തിൽ വേണം. പരിമിതികൾ ഒത്തിരിയുണ്ട്. ഇതിൻ്റെ ഫ്രെയിമൊക്കെ ചിലപ്പോൾ ഔട്ടായി പോകുന്നുള്ള സാധ്യത ഒത്തിരിയാണ്. ലൈറ്റിംഗ് പാറ്റേൺ, അതിൻ്റെ മേക്കപ്പ് ടോൺ, അത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ENC നായർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു മിടുക്കൻ സമർത്ഥനായതുകൊണ്ട് ഈ പുറംവാതിൽ ചിത്രീകരണത്തിൽ അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായിട്ടൊരു പാട്ടാണ് ആകാശപ്പൊയ്കയിൽ എടുക്കുന്നത്. നീ അള്ളിപ്പൂവുകൾ വിറ്റു നടക്കുകയെല്ലാം പറഞ്ഞു.